ഷിനോജ് ചികിത്സാ സഹായനിധി സംഘാടക സമിതി രൂപീകരണം നടത്തി. ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന അഴീക്കോട് കുട്ടിക്കൽ സ്വദേശി ഒറവൻതുരുത്തി ഷിനോജിന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ബെന്നി ബെഹനാൻ MP, E.T. ടൈസൺ മാസ്റ്റർ MLA, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, റിയാഡ് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ എന്നിവർ രക്ഷാധികാരികളായും റിയാഡ് പഞ്ചായത്ത് 11ാം വാർഡംഗം സജിത രതീഷ് ചെയർമാനായും ഉല്ലാസ് ഓട്ടറാടൻ ജനറൽ കൺവീനറായും CV പ്രവീദ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരണം നടത്തി. റിയാഡ് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ E.T. ടൈസൺ മാസ്റ്റർ MLA സഹായ സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസ്ഫൽ, റിയാഡ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീം, നജ്മൽ ഷക്കീർ, അംബിക ശിവപ്രിയൻ, തമ്പി കണ്ണൻ, KM സാദത്ത്, സുമിത ഷാജി, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, വ്ളോഗർ ഷഹീൻ K മൊയ്തീൻ, ഫാദർ സണ്ണി, ഷെരീഫ് സഖാഫി, ശ്രീനിവാസൻ, ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ആരെങ്കിലും ആരും ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന ആരും ഇല്ലാതെ തന്നെ സൂചിപ്പിക്കുന്നതാണ് യോഗം. നമ്മളെല്ലാവരും കൂടിയാൽ 35 വയസ്സുള്ള ഷിനോജിന് 35 ലക്ഷം രൂപീകരിക്കുക എന്നുള്ളതൊരു വലിയ രീതിയിലൊരു പ്രവർത്തനം എന്ന രീതിയിൽ എൻ്റെ മനസ്സിലില്ല. ഉറപ്പായും സാധിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയുള്ളൂ നമ്മളൊന്ന് വിചാരിച്ചു. ഇവിടുത്തെ ചെറുപ്പക്കാരായുള്ള ഒരു പറ്റം ആളുകൾ, അത് നമ്മുടെ സാംസ്കാരിക സംഘടന ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ളതിൻ്റെ നേതാക്കന്മാരുണ്ട്, അതുപോലെ നല്ല അറിവുള്ള ആളുകളുണ്ട്, മറ്റുള്ള ആളുകളെല്ലാം കൊണ്ട് സമ്പന്നമാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അത് രക്ഷിക്കുന്ന നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ കൈപ്പമംഗലം. എനിക്ക് തോന്നുന്നൊരു 5-6 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്താൽ മാത്രം ഒരു 10-75 കുടുംബങ്ങളിലെങ്കിലും ഇതുപോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വൃക്ക, ക്യാൻസർ ഇതുപോലെ ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് കൂട്ടായി എല്ലാവരും ഒരുമിച്ചാണ്. ഓരോ സ്ഥലത്തെയും പ്രാദേശിക ആളുകളെല്ലാവരും കൂടിച്ചേർന്ന് വലിയ രീതിയിൽ സഹായിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്ത സ്ഥലമാണ്. ഞാൻ ചികിത്സാ സഹായ നിധിയൊക്കെ മുഖ്യമന്ത്രിയുടെയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ 1 അക്കാര്യത്തിൽ പോയ സ്ഥലങ്ങളിലൊന്നാണ്, മണ്ഡലങ്ങളിലൊന്നാണ് കൈപ്പമംഗലം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ പ്രത്യേക കഴിവുകൊണ്ടല്ല, എല്ലാവരും ഒരുമിച്ച് നിന്ന് അക്കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു രീതി ഇവിടെ നടപ്പാകുന്നതാണ്. ഇവിടെ നിങ്ങൾ വേദി നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ അറിയും, വ്യത്യസ്തങ്ങളായി ചിലപ്പോൾ മൈക്കിന്റെ മുമ്പിൽ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്, അല്ലെ? ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. വിവിധങ്ങളായിട്ടുള്ള സംഘടനയായിട്ടുള്ള നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, പ്രശ്നമില്ല. പള്ളിയിലച്ഛനായാലും ഇപ്പത്തായാലും നമ്മുടെ ഇമാമായാലും ബന്ധപ്പെട്ട ആളുകളായാലും എല്ലാവരും ഒരുമിച്ചാണ്. എന്താ നമുക്കറിയാം, ഈ തരം പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് നിന്ന് വിജയിപ്പിക്കാനുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഷിനോജ് അമ്മയും മകനും ഒരാളായിരിക്കാം. ആ പേരിൽ ആ അമ്മയ്ക്ക് ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ ഈ പ്രയത്നത്തിലൂടെ ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവരണം. നമുക്ക് സാധിക്കുമല്ലോ.